ഞാനിപ്പോൾ എവിടെയാണെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഞാനൊരു സ്ഥലത്താണ് കാണിച്ചു തരാം. കോഴിക്കോടാണ് ഉള്ളത്. ഞാൻ വയനാട്ടിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട്ടിലെത്തിയിരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും എക്സ്പെൻസീവ് ചെയ്ത് ഞാനൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് സങ്കടവും സന്തോഷമുള്ള സ്ഥലമാണ്. കാരണം ഞാൻ അത്രയും കാലം വളർന്ന സ്ഥലമാണ് ഞാൻ കോഴിക്കോടുള്ള ആളാണ്. പക്ഷെ എൻ്റെ വയനാട്ടിൽ നിർത്തിയത് അത്രയും ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാലോ. എനിക്ക് ഏറ്റവും സങ്കടം പറ്റിയ കാര്യമാണിത്. നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ എൻ്റെ കോഴിക്കോട് വിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ എത്തിയതല്ലേ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തിനാ എത്ര സന്തോഷം, നിങ്ങളെ നാട്ടിൽ തിരിച്ചു പോയിക്കൂടെ. ഞാൻ പണ്ട് കോണ്ടാക്ട് ചെയ്ത്, അതായത് എൻ്റെ അക്കൗണ്ടിൽ പണ്ട് ഞാനിട്ട വീഡിയോസിലൊക്കെ വന്ന കമൻസാണ് എൻ്റെ സ്വന്തം നാടാണ് വിളിച്ചത്. സത്യം പറയാനും ഞാൻ ജനിച്ച നാടിതാണ്. പിന്നെ എന്തുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ കോഴിക്കോട് ഭാഷയൊക്കെ പറയുന്നത്, എന്തിനാണ് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കിട്ടി. കാരണം എൻ്റെ നാട്ടിൽ എനിക്കെത്തുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന സന്തോഷം ഇത് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ അത്ര എക്സ്പെൻസീവായൊരു സ്ഥലമാണ് ഈ കോഴിക്കോട്. പക്ഷെ അത്ര യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അത്രയും ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കാഴ്ച കണ്ടിരിക്കാൻ ആരും എടുക്കൂല. അത്രയും ഭംഗിയാണ്. നിങ്ങൾ അവിടെ ആയിട്ടും ഒരു ഇതുണ്ട് കേട്ടോ, സ്ഥലമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആയിട്ട്. ഇവിടെ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഫുള്ള് വീഡിയോ വേറെ ഇത് ഇട്ടോളും. ഇതിലധികം സ്പേസ് ഇല്ല. ഞാൻ 3 മിനിറ്റത്തേക്കുള്ളതാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. വയനാട്ടിലായാലും എങ്ങനെ ആയാലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്ക് ഇവിടെ എത്തിയാൽ എൻ്റെ ശ്വാസം നേരിടും. ഞാൻ കാലും വെച്ചൊക്കെ തുഴയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ്. ഇത് ഞാൻ വെറുതെ ഇവിടെ നിന്ന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്നൊരു ചെരുപ്പുണ്ട്, അപ്പോൾ വാങ്ങിച്ചു. അങ്ങനെയും വാങ്ങിച്ചതാണ്. എന്നാലും ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടിരിക്കാൻ ആരും എടുക്കത്തില്ല. ഞാനങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് ഞാൻ കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇനി കൂടുതലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ കുറേ വീഡിയോസ് ഇടില്ല. കാരണം എനിക്ക് അങ്ങനെയാണ്. ഞാൻ വീഡിയോസ് ഇടും ഇനി അത് കൂടുതലും ഡാൻസിൻ്റെ ആയിരിക്കും. കാരണം ഇതിൻ്റെ അവസാനത്തെ വീഡിയോ എന്ന് പറയേണ്ടി വരില്ല. ഒരു 4-3 വീഡിയോസൊക്കെ ഇനി ഞാൻ ഇടുള്ളൂ വർത്താനായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടും. കാരണം എനിക്ക് ഇനി ഡാൻസ് പ്രാക്ടീസാണ് ഉണ്ടാകുന്നത്. സ്കൂൾ തുറക്കാൻ പോകുന്നത്. നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അത്യാവശ്യമായിട്ടുള്ളത് ഞാൻ ഇടും. അത്രയേ ഉള്ളൂ. പിന്നെ കുറേ ഞാൻ കാണിച്ചു തരാം കൈസ്. ഒരു സുക്ക് എന്തല്ല ചൂണ്ടയൊക്കെ ഇടുന്നത്. ഒരു ഇതൊക്കെ നോക്കിയേ. അങ്ങനെ മീനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വീഡിയോ എന്നാ ബൈ.